ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ഡേ. സ്വന്തം സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നാം അടങ്ങുന്ന സമൂഹവും സർക്കാരും ഉറപ്പു നൽകേണ്ടത് അവരുടെ സുരക്ഷിതത്വമാണ്. അതുതന്നെയാണ് ഈ ദിനത്തിൽ നാം ഓർക്കേണ്ട പ്രധാന കാര്യവും. ഡോക്ടർ ബിപിൻ ചന്ദ്ര റോയിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് 1991 മുതൽ രാജ്യം ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതിഥിയുണ്ട്. അതിന്റെ വിശേഷങ്ങൾ അറിയാം. ഡോക്ടർ എബ്രഹാം വർഗീസാണ് ഇന്ന് നമുക്ക് അതിഥിയെ ചേരുന്നത്. സർ, നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാർക്ക് പറയാൻ ഒരുപാടുണ്ടാവും. കാരണം അതിന് മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി ഡോക്ടർമാർ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾക്കുടെ ഒരു ഫലം കൂടിയാണ് ഓരോ ജീവനും അവരുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്നത്. ഡോക്ടർ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഈ ഓരോ രോഗികളുടെയും പരിചരണം അവരുടെ ഇടയിലേക്ക് നിന്ന് ഡോക്ടർമാരുടെ ജീവിതം പലപ്പോഴും ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് മിക്കപ്പോഴും ജീവിതങ്ങൾ ഓരോ ആളുകളുടെ ഇടയിൽ കൂടിയാണ് അവർ ജീവിച്ചു പോകുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു ഡോക്ടേഴ്സ് ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? ഈ ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ സമൂഹത്തിന് തന്നെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒരു അംഗീകാരമാണ്. സമൂഹത്തിലെ ഒരു അക്സെപ്റ്റൻസ് കിട്ടണം എന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. പണ്ടത്തെ ആ ദൈവീക പരിവേഷം ഇപ്പം നമുക്ക് ആവശ്യമില്ല. പണ്ട് നമ്മൾ ദൈവത്തെ പോലായിരുന്നു എല്ലാവരും ഡോക്ടർമാരെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പരിവേഷം ഇപ്പം ആവശ്യമില്ല. എങ്കിൽ കൂടി സമൂഹത്തിനോട് ഒരു ഏറ്റവും കൂടുതൽ കടപ്പാട് നമ്മൾ കാണിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യം. ഒരു രോഗി ഡോക്ടർ തമ്മിലുള്ള ഒരു ബന്ധം ഒരു പരിശുദ്ധമായ ഒരു ബന്ധമാണ്. ആ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ വളരെ ഖേദകരമായ ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ രോഗി ബന്ധത്തിന് ഒരു ഉലച്ചിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. ഒരു വർഷത്തിന് മുമ്പാണ് വന്ദനാദാസ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്, എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത്. നല്ലൊരു ഡോക്ടർ രോഗി ബന്ധം എന്നും നിലനിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി ഡോക്ടർമാർ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ജീവന് പോലും ഓർക്കാതെയാണ് ഓരോ ഡോക്ടർമാരും അഹോരാത്രം പ്രവർത്തിക്കുന്നത്. ഈ രോഗികളുമായുള്ള ബന്ധം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്താണ് ഒരുപാട് വാർത്തകളിലെല്ലാം നിറയുന്നത്. പക്ഷെ അതിനപ്പുറം തന്നെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൈകളിലൂടെയാണ് ഓരോ ജീവനും കടന്നു പോകുന്നത്. ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് വോയിസ്. ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതലായും ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം കേൾക്കുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിനപ്പുറം അല്ലെങ്കിൽ പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. രോഗികളുടെ പരിചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനായി ഡോക്ടർമാർ തീവ്രമായി പരിശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അവസാന ഭാഗം പറഞ്ഞത് കട്ടായി പോവുകയാണ്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും മുൻപന്തിയിൽ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ഭൂമികുലുക്കമാകട്ടെ, ഒരു വളരെ ഒരു എപ്പിഡമിക് ആകട്ടെ, അങ്ങനെ പല സംഭവങ്ങളിലും ഒരു ജീവനെ നിലനിർത്താനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഡോക്ടർ സമൂഹം എന്ന് പറയുന്നത്. അതിൽ ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ തന്നെ എടുത്താൽ നമുക്ക് കോവിഡ് കാലഘട്ടത്തിനെ കുറിച്ച് എടുക്കാം. 19 കോവിഡ് വന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ അറിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു രോഗം വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പ്രവർത്തിക്കാനും യാതൊരു മടിയും കൂടാതെ ഇറങ്ങി വന്ന ഒരു കൂട്ടരാണ് നമ്മുടെ ഈ വൈദ്യസമൂഹം. തീർച്ചയായിട്ടും ഏതാണ്ട്
ആ കാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകളെ ഓർക്കുകയാണെങ്കിൽ ഏറ്റവും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു കൂട്ടരാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഏതാണ്ട് 700ഓളം ഡോക്ടർമാർ, ഇന്ത്യയിലെ കണക്ക് പറഞ്ഞാൽ 700ഓളം ഡോക്ടർമാരെ ജീവൻ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കണക്കുകൾ വ്യക്തമായിട്ട് സൂചിപ്പിക്കും. അപ്പോൾ ഇത്രയും പേരുടെ ജീവനും നഷ്ടപ്പെട്ട് നമ്മളുടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം എത്രമാത്രം ക്ലേശകരമായ ഒരു ജോലിയാണ് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഡോക്ടേഴ്സ് ഡേയിൽ തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ സേവനങ്ങളെക്കുറിച്ച് വൈദ്യസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സേവനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഡോക്ടർമാരെ കൂടുതലായിട്ട് കാണുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ഒരു ജീവൻ നിലനിർത്തുക മാത്രമല്ല, ഒരു ആശ്വാസം പകർന്നു തരുന്ന ഒരു ഡോക്ടറെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചതിന് അനുസരിച്ചിട്ടുള്ള ആശ്വാസം നിങ്ങളിൽ എല്ലാവർക്കും എത്തിച്ചു തരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഈ ഡോക്ടേഴ്സ് ഡേ സുദിനത്തിൽ തീർച്ചയായിട്ടും വീണ്ടും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിലുള്ള എല്ലാവരും മുൻപോട്ട് പോകണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയെ പ്രതികരിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെയാണ് സ്വന്തം സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് രോഗികളെ പരിചരിക്കുന്നത് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. എന്നിരുന്നാൽ പോലും ഈ ഡോക്ടർമാർ എന്നുള്ള ഒരു ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒരു ഇതല്ല. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും അവർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ പഠനങ്ങളാണ്. അതിനനുസരിച്ചാണ് അവരുടെ ഒരു നല്ലൊരു ഡോക്ടറായി മാറുന്നതും സമൂഹത്തിന്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ രോഗികൾക്ക് ഡോക്ടറെ കാണുമ്പോൾ തന്നെ പല രോഗികൾക്കും അസുഖം മാറുന്ന ഒരു മിറാക്കിൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് പോലും ഡോക്ടറെ കണ്ടാൽ മതി അസുഖം മാറും എന്നാണ് പറയുന്നത്. എന്താണ് ആ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു മാജിക്കിന് പിന്നിലുള്ളത്? പറഞ്ഞതൊരു വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുമ്പോൾ നമ്മളുടെ രോഗം പകുതി മാറുന്നതായിട്ട് പല രോഗികളും പറയുന്നത് നമുക്കറിയാം. ആ ഡോക്ടറുടെ ഒരു സ്പർശനം തന്നെ നമ്മൾ ഹീലിംഗ് ടച്ച് എന്ന് പറയും. അതായത് നമുക്ക് സൗഖ്യം നൽകുന്ന കരങ്ങളും കരുതലേകുന്ന ഹൃദയവും. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ തീമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. കരുതലേകുന്ന ഹൃദയവും സൗഖ്യം നൽകുന്ന കരങ്ങളും. തീർച്ചയായിട്ടും ആ ഹീലിംഗ് ഹാൻഡ്സ് നമ്മളൊന്ന് ഒരു രോഗിയെ തൊട്ട് നോക്കുക, പരിശോധിച്ച് നോക്കുക, അവരോട് തോളയിലൊന്ന് തട്ടി ഇതെല്ലാം സുഖമാകും എന്ന് പറയുക. ഇതൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറെ അടുക്ക വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. ചിലർക്ക് മരുന്ന് കൊണ്ടായിരിക്കില്ല അവർക്ക് സൗഖ്യം ലഭിക്കേണ്ടത്. നമ്മളുടെ ഒരു നല്ല വാക്കുകൾ അല്ലെങ്കിൽ നല്ലൊരു സ്പർശനം, ഇതെല്ലാം അവർ തീർച്ചയായിട്ടും വിലമതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടറുടെ സേവനം എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഒരു വ്യക്തി ഒരു ഡോക്ടറായി മാറുന്നത്. അത് കഴിഞ്ഞാലും ആ ഡോക്ടർ ആ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴത്തേക്കും ഏതാണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബാക്കിയുള്ള കാലങ്ങളിൽ ആ ഡോക്ടറിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ സമൂഹത്തിന് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ സമൂഹത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും. ഡോക്ടർ പറഞ്ഞോളൂ. ഇനിയുള്ള കാലങ്ങളിലും ഇനി വളർന്നു വരുന്ന പുതിയ തലമുറ, നമുക്കിവിടെ അറിയാം, ഇപ്പം ഏതാണ്ട് 32 മെഡിക്കൽ കോളേജ് ഇപ്പം നമുക്ക് കൊച്ചു കേരളത്തിലുണ്ട്. പണ്ട് നമുക്ക് സർക്കാർ കോളേജുകൾ മാത്രമേ ഉള്ളായിരുന്നു, 4 മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു വർഷം പാസ്സായി ഇറങ്ങുന്നവരുടെ കണക്ക് നോക്കിയാൽ ഒരു 400-500 പേര് പാസ്സായി വന്നിരുന്ന സ്ഥാനത്താണ് ഇപ്പം 4000-ഓളം ഡോക്ടർമാർ പാസ്സായി ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റിയും നിലനിൽക്കണം എന്നാണ് ഒരു സീനിയറായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള. പുതിയ തലമുറയോട് നമ്മുടെ ഡോക്ടേഴ്സിനെ ആദരിക്കുമ്പോൾ ഈ സമയത്ത്
ചെറുപ്പക്കാരായിട്ടുള്ളവരോട് എല്ലാ ഡോക്ടർമാരോടും എനിക്ക് പറയുവാനുള്ളത് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ഇനിയുള്ള വർഷങ്ങളിലും ഈ സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രവണത അവരിലെല്ലാവരും ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രോഗികളിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ അവിടെ തളർന്നു പോകാതെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ തലമുറക്കാരോട് എനിക്ക് പറയാൻ. ഡോക്ടർ, ഇത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഈ അടുത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഒരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങളൊന്നും അത്തരത്തിൽ അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇത്രയധികം മാറ്റങ്ങൾ എല്ലാ മേഖലയിൽ വന്നിട്ടും ആരോഗ്യ മേഖലയിൽ ഇത്രയധികം മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ്, ഈ ഒരു മേഖലകളിൽ ഒരു മാറ്റം ഇതുവരെയായിട്ടും കണ്ടുവരുന്നില്ല. അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയും ജീവിത രീതിയും എല്ലാം മാറ്റിമറിച്ചിട്ടാണ് അവർ രോഗികൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സമൂഹവും സർക്കാരും ഒപ്പം നിൽക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. ഒരു മാറ്റം ഇനിയും എന്താണ് വൈകുന്നത്? ഒരു മാറ്റം തീർച്ചയായിട്ടും അനിവാര്യമാണ്. നമ്മളിപ്പം പുറത്ത് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ദിവസം എത്ര രോഗികളെ കാണണമെന്ന് ഉള്ള ഒരു നമ്പർ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇന്ത്യയിലാണ് ഒരു ഡോക്ടർ ഒരു ഏറ്റവും മിനിമം 50 മുതൽ 150 വരെ ഉള്ള രോഗികളെ ഒരു ദിവസം കാണുന്നത്. ഇത്രയും രോഗികളെ കാണുക, പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, ഒരു നീണ്ട നിര ആണ് രോഗികളെ അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഡോക്ടർമാരുടെ എണ്ണം ഗവൺമെൻറ് സർവീസിൽ വളരെ കുറവാണ്. ഇത്രയും ഡോക്ടേഴ്സ് എല്ലാം പാസ്സായി വരുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരെ ആവശ്യത്തിനനുസരിച്ച് നിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുപോലെ നമുക്ക് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നീക്കം ചെയ്തു വെക്കുന്ന തുക നമ്മൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് 60 വയസ്സ് 65 വയസ്സ് എന്നുള്ള ഒരു കാലഘട്ടം ഏതാണ്ട് 20 വർഷം മുമ്പ് ആയിരുന്നു. ഇപ്പം അത് 75-80 വരെയൊക്കെ നീണ്ടു പോകുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഏത് ഒരു പൗരൻ്റെയും ഒരു റൈറ്റാണ്. അപ്പം ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വളരേണ്ടതുണ്ട്. നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം അതിനനുസരിച്ച് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉള്ള സൗകര്യങ്ങൾ ഇനിയും കൂടുതൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സീനിയർ സിറ്റിസൻസിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. കാരണം ആ നമ്പർ ഇപ്പോൾ വർദ്ധിച്ചു വരുത്തുകയാണ്. പല നാട്ടിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കിടപ്പ് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ട് കാണാം. അവിടെ നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം നീണ്ടുപോകുന്നു, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ താഴോട്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തും വരുന്ന രോഗികൾക്ക് പരിചരിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇപ്പോൾ ഒരു പരിധി വരെ നമുക്കത് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാതെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ രോഗികളായിട്ടും അതുപോലെ വൈദ്യ ചികിത്സ കിട്ടാതെയും ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും നമ്മൾ പേപ്പറിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് വരും. ചില ഒറ്റപ്പെട്ട താമസിക്കുന്നു, പ്രായമുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവർക്ക് തന്നെത്താനൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാൻ. ഡോക്ടർ, അതുമാത്രമല്ല ഈ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ഒരു ജീവിത രീതി മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കൊരു മുൻകരുതൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായ ജീവിത രീതിയിലൊക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതും ഡോക്ടർമാർ തന്നെയായിരിക്കും. കാരണം ഒരുപാട് മാർഗനിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡോക്ടർമാരുടെ ഇടയിൽ
പറയുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു കാലയളവിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നല്ല ഡോക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പഠന രീതികളൊക്കെ മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ദീർഘമായ ഒരു പഠന കാലഘട്ടമാണ് ഞങ്ങൾക്കുള്ളത്. സാധാരണ മറ്റുള്ള പ്രൊഫഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ പഠനങ്ങൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഈ പഠനം കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രോഗങ്ങൾ, വ്യത്യസ്തമായ രോഗങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ റിസർച്ചിൻ്റെ പരിധി വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ പഴയ കാലങ്ങളിൽ മെഡിക്കൽ ചികിത്സയിൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമുക്ക് കൂടുതൽ പരിശോധനകളിൽ നമുക്ക് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി വേണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് ആശുപത്രികളിൽ ഉണ്ടാകേണ്ടതാണ്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം വളരെയധികം വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിനെക്കാട്ടിലും ഉപരിയായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളിപ്പം ഇന്ത്യയിലെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡോക്ടർമാരുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള കണക്ക് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. ഡോക്ടർമാർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതായിട്ട്. ഉദാഹരണത്തിന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ സിറ്റിയിൽ നിന്നും കുറേ മാറിയായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികൾ അവിടെ ഉണ്ടാകും. ക്വാർട്ടേഴ്സ് സൗകര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, താമസിക്കാവുന്ന ഒരു മിനിമം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് ഫ്രീ ആയിട്ടും കൂടുതലായിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഡോക്ടർ, ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം കൂടിയാണ്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനോട് എന്താണ് ഡോക്ടർക്ക് പ്രതികരിക്കാനുള്ളത്? വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പം ഈ നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പണ്ട് കാലത്ത് നമ്മൾ മാർക്ക് തിരുത്തി MBBS പോയി എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞും കേട്ടതുമായ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ സംഭവം തന്നെ, ഈ നീറ്റ് പരീക്ഷ, PGയുടെ പരീക്ഷയെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയോ നാളത്തെ അധ്വാനം, പ്രയത്നം എല്ലാം വിഫലമായി പോയ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ എത്രയോ നാള് അതിനു വേണ്ടിയിട്ട് അവധിയെടുത്ത്, ചിലർ 1 വർഷം 2 വർഷമൊക്കെ ജോലിക്ക് പോകാതെ ഇതിനു വേണ്ടിയിട്ട് തന്നെ അധ്വാനം ചെയ്തു വരിക. ഒരു രാത്രിയിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പരീക്ഷ മാറ്റി, ഇനി ഒരറിയിപ്പും ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊട്ടാരം മുഴുവൻ ഇടിഞ്ഞു വീഴുന്നതിന് ഒരു തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തെയാണ് അത് ആക്രമിച്ചിരിക്കുന്നത്. ഇനി ഇത്രയും ദിവസമായിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി പരീക്ഷ എന്നുണ്ടാകുമെന്നോ എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്നോ ഒരു അറിയിപ്പ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ സമൂഹം ചെറുപ്പക്കാരായ ഡോക്ടർമാരെ തികച്ചും അവരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു, അതിനെന്ത് പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാ ലൂപ്പ് ഹോൾസും കണ്ടുപിടിച്ച് അതിന് തടയിട്ടിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായും ഇനിയും വരും വർഷങ്ങളിലുമുള്ള പരീക്ഷകളിലൊക്കെ ഇതുപോലെ തന്നെ ഡോക്ടർ ദിനങ്ങൾ വരുമ്പോൾ ഇതൊരു ചർച്ചയാകാതെ തന്നെ നമുക്ക് നോക്കാം.
ഡോക്ടർ, ഇനിയൊരു കാര്യം, ഡോക്ടർ എബ്രഹാം വർഗീസ് എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കിടക്കാനുള്ള ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ആ ഒരു പഠനം, ജീവിതമല്ല? തീർച്ചയായിട്ടും ജീവിതത്തിൽ പുറകോട്ട് ചിന്തിച്ച ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിക്കാൻ ഭാഗ്യമുണ്ടായത്. തീർച്ചയായിട്ടും ഒത്തിരി ഗവൺമെൻറ്റിനോട്, ഒരു ഗവൺമെൻറ് കോളേജിൽ നമ്മളത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനോടുള്ള ഒരു കടപ്പാടും നമുക്ക് അതിൽ കൂടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇൻഡസ്ട്രിയൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് മാറിയിരുന്നു. അപ്പം ഞാനൊരു 30 വർഷക്കാലം, എൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷം ഫാക്ടറിയിൽ ആണ് ജോലി ചെയ്ത്, വ്യത്യസ്ത ഫാക്ടറികളിലാണ് ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ കൂടുതൽ കാലം ഞാൻ സേവനം ചെയ്തത് ഒരു ഒക്കുപേഷണൽ ഹെൽത്ത് സെൻ്ററിലാണ്. അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവരെ ചികിത്സിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ ഒക്കുപേഷണൽ ഹെൽത്ത് സെൻ്റർ. ഇപ്പോൾ ഫാക്ടറി നിയമം അനുസരിച്ചിട്ട് മേജർ ഇൻഡസ്ട്രിയൽ ഹസാർഡ് ഏരിയാസിലെല്ലാം ഇങ്ങനെ ഡോക്ടർമാർ വേണം, ട്രെയിൻഡ് ആയിട്ടുള്ളവർ വേണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സേവനം ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ 19-20 കാലഘട്ടത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ആ കാലഘട്ടത്തിലായിരുന്നു കോവിഡ് ബാധിച്ചിരുന്നത്. പിന്നീട് ഞാൻ ഈ IMAയുടെ ഒരു ഫുൾ ടൈം പ്രവർത്തകനാണ്. ഇപ്പം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു പ്രോജക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബയോമെഡിക്കൽ മാലിന്യങ്ങളെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂ പ്രോജക്റ്റാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആശുപത്രി മാലിന്യങ്ങൾ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് പാലക്കാടുള്ള ഞങ്ങളുടെ ഇമേജ് പ്ലാന്റിൽ കൊണ്ടുവന്ന് അത് ശാസ്ത്രീയമായ രീതിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡോക്ടർ പഠിച്ച ഒരു കാലഘട്ടം തമ്മിൽ ഒരു വ്യത്യാസം എന്താണ് തോന്നിയത്? നമ്മൾ അന്ന് ഒരു പ്രധാന വ്യത്യാസം ഞാൻ പറയുകയാണെങ്കിൽ, അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു ലേറ്റ് 70s 80s ബിഗിനിങ്ങിലാണ് ഞാൻ പഠനം നടത്തിയത്. ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ സീനിയേഴ്സായിട്ട്, നമ്മുടെ പ്രൊഫസേഴ്സായിട്ടുള്ളവരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന രോഗികളെ പരിശോധിച്ച് നോക്കി നമ്മളൊരു രോഗത്തിൻ്റെ നിർണയം നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ രോഗിയെ അടി മുതൽ മുടി വരെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളൊന്നും തന്നെ അന്നില്ലായിരുന്നു. പരിശോധനകൾ ഇന്നത്തേത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 4-1 മാത്രമേ പരിശോധനയുള്ളൂ. അപ്പം നമ്മളുടെ ക്ലിനിക്കൽ നോളജ് വെച്ചിട്ടാണ് നമ്മളൊരു രോഗിയെ പരിശോധിക്കേണ്ടതും അതിനനുസരിച്ച് ചികിത്സ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി. ഇപ്പം നമുക്ക് കൂടുതൽ പരിശോധനാ സൗകര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സ്കാനിങ്, MRI സ്കാനിങ്, രക്തത്തിലെയും മൂത്രത്തിലെയും ഒക്കെ പരിശോധനകളൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പം നമുക്ക് രോഗങ്ങൾ ഇപ്പം നേരത്തേതിനെക്കാട്ടിലും വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാമെങ്കിലും അതിൻ്റെ പരിശോധനകൾ നടത്തി നമുക്ക് കൃത്യമായ ഒരു രോഗനിർണയം നടത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. രണ്ടാമതൊരു വ്യത്യാസം ഞാൻ കാണുന്നത്, പണ്ട് വളരെ മിനിമം ഡോക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ മുക്കിനും മൂലയ്ക്കും എല്ലാം നമുക്ക് ആശുപത്രികൾ, ചെറുകിട ആശുപത്രികളായാലും വൻകിട ആശുപത്രികളിലായാലും ഇന്നിപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന കാര്യം.
അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ഇപ്പോഴ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തേനെക്കാട്ടിലും കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ള ആളുകൾ ഇന്ന് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും അവൈലബിളാണ്. അതുപോലെ തന്നെ നമുക്ക് പണമുള്ളവർക്ക് കൂടുതൽ കെയർ കിട്ടുന്ന രീതിയിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇത്രയും പ്രൈവറ്റ് സ്ഥാപനങ്ങളൊന്നും നേരത്തെ ഇല്ലായിരുന്നു. അതുപോലെ മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു മേജർ ഹോസ്പിറ്റലിലോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒട്ടുമുക്കാലും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ നമുക്ക് അവിടെ ലഭ്യമാണ്. പണ്ട് കാലത്ത് ഇത്രയും പരിശോധനകൾ ഇല്ലാഞ്ഞതുകൊണ്ട് പണ്ട് ഒരാളെ കണ്ടിട്ട് പിന്നെ വേറൊരാളെ കാണുമെങ്കിൽ പിന്നെ കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമേ ആ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് കാലത്ത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതായിരുന്നു ഒരു ഫൈനൽ അതോറിറ്റി. അവിടെ ചെന്ന് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പോയി എന്നുള്ള ഒരു സാഹചര്യം പണ്ട് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തിന് വ്യത്യാസം വന്നിട്ട് ഇന്ന് എല്ലാവിധ സ്പെഷ്യാലിറ്റിയും അടങ്ങുന്ന ആശുപത്രികൾ ഇപ്പം മിക്കവാറുമുള്ള സിറ്റീസിലെല്ലാം ഇപ്പം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു സന്തോഷകരമായ കാര്യം. തീർച്ചയായിട്ടും ഫെസിലിറ്റീസ് മൊത്തത്തിൽ നോക്കുമ്പം പഴയതിനെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ് ഇപ്പോൾ ആരോഗ്യ മേഖല ഇപ്പം നിൽക്കുന്നത്. എന്നാൽ നമ്പർ കൂടുന്നത് കൊണ്ട്, പേഷ്യൻസിൻ്റെ നമ്പർ കൂടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ രോഗികൾക്ക് നൽകേണ്ടതായിട്ടുമുണ്ട്. ഡോക്ടർ, ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഈ പുറത്തേക്ക് ആരോഗ്യ പ്രവർത്തകരൊക്കെ അവരുടെ തുടർന്നുള്ള പഠനത്തിനാണെങ്കിലും അല്ലെങ്കിലും ജോലിക്കായിട്ടാണെങ്കിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നതായിട്ട് നിരവധി കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ത്വര അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ അതിൻ്റെതായ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ മതിയായ വേതനം ലഭിക്കാത്തത് കൊണ്ടാണോ? ഈ അവസാനം പറഞ്ഞതാണ് കൂടുതൽ ശരി. വേതനം ഇവിടെ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ പോലും, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ തന്നെ വേതനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പലരും പുറം രാജ്യങ്ങളിലോട്ട് ചേക്കേറുന്നതിൻ്റെ കാരണം അതാണ്. സംസ്ഥാന സർവീസിൽ ജോലിയുള്ളവർ പോലും ലീവ് എടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ കാരണം അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഗവൺമെൻറ് സർവീസിൽ ഒക്കെ ജോലി ചെയ്താൽ നമുക്കൊരു ലിമിറ്റഡ് ഇൻകം ആണുള്ളത്. പ്രൈവറ്റ് സർവീസിലാണെങ്കിൽ ലിമിറ്റഡ്. പക്ഷേ ഈ മറ്റൊരു പുറത്തേക്ക് പോകുമ്പം അവർക്ക് ഒത്തിരി ഫെസിലിറ്റീസ് നമുക്ക് ഇവിടുത്തെ അപേക്ഷിച്ച് കിട്ടുന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇവിടുത്തെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം, അതായത് പ്രോപ്പറായിട്ട് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അത് ടാക്സ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു നല്ല വരുമാനം പോയി കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പല ഡോക്ടർമാരും പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള കാരണം. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസും സൗകര്യങ്ങളും, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം, അവിടുത്തെ ജീവിത രീതി എല്ലാം തന്നെ വ്യത്യാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നല്ലൊരു സാഹചര്യം അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇതിനൊരു തടയിടണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഇനി എന്താണ് ഇപ്പോൾ ഡോക്ടർ ദിനം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരോടും എന്തായിരിക്കും പറയാനുണ്ടാവും? ഇവിടെ ഒരു പ്രധാന കാര്യം കാണും, ചികിത്സാ ചെലവ്. എല്ലാവരും പറയാറുണ്ട് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെ ചെലവുകളും അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചെലവുകളും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചികിത്സാ ചെലവുകൾ വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ധാരാളം ആളുകൾ മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് തന്നെ പറഞ്ഞ് നമ്മളിപ്പം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പം മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം രോഗികൾ പുറത്തുള്ളവർ ഇവിടെ വന്ന് ഓപ്പറേഷൻ നടത്തപ്പെടുകയും ചികിത്സകൾ എടുത്തിട്ടും മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ കുറവാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ക്വാളിറ്റിയുള്ള ഡോക്ടർമാരെയാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സീനിയർ ആയിട്ടുള്ളവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ കമ്മ്യൂണിറ്റി നമുക്കിവിടെ ഉണ്ട്.
എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ മേഖലയാണ് നമുക്കുള്ളത്. പക്ഷേ എന്നിരുന്നാലും എല്ലായിടത്തെയും പോലെ തന്നെ ചില പോരായ്മകളും നമുക്കുണ്ട്. ആ പോരായ്മകളൊക്കെ പരിഹരിക്കാവുന്ന പോരായ്മകളാണ്. ഗവൺമെൻറ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും ഈ ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ തുക ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഉള്ള ആരോഗ്യ മേഖല കൂടുതലായിട്ട് മെച്ചപ്പെടും. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഡോക്ടർമാരെ നിങ്ങൾ ദൈവമായിട്ട് കണ്ടില്ലെങ്കിലും ശത്രുക്കളായി കാണാതിരിക്കുക. ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരു ഡോക്ടറും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജീവൻ്റെ അവസാന അണു നഷ്ടപ്പെടുന്നത് വരെയും ആ ഡോക്ടർ ആ ജീവൻ നിലനിർത്താനായിട്ട് എന്നും എപ്പോഴും എല്ലാ കാലത്തും ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കാനും ഈ സമൂഹത്തിൽ ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടെന്നും അവരുടെ സേവനങ്ങൾ തുടർന്നും കിട്ടണമെന്നും സമൂഹം മനസ്സിലാക്കി സമൂഹം ഈ ഡോക്ടർമാരോട് കൂടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും കൂടെ സഹായ സഹകരണങ്ങൾ നൽകി പ്രവർത്തിക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ എബ്രഹാം വർഗീസ് ഈ അവസരത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.